എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും നമസ്കാരം. ഇന്ന് വളരെ സുപ്രധാനമായ ഒരു നിമിഷമാണ്. കാരണം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മൂന്നാം T20 മത്സരം തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയും ഇപ്പോൾ ഈ മൂന്നാം T20 മത്സരത്തിൽ എത്തി നിൽക്കുമ്പോൾ ആദ്യത്തെ 2 T20 മത്സരങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊരു കാര്യമുണ്ട്. അതാണ് മൂന്നാം T20 മത്സരത്തിന്റെ പ്രാധാന്യം കൂടുതൽ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ആദ്യ T20 മത്സരത്തിൽ എതിരാളികളില്ലാത്ത ഒരു പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. കാരണം ഇന്ത്യക്ക് വളരെ ഈസി ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ആദ്യ T20 മത്സരത്തിൽ സഞ്ജുവിൻ്റെ തകർപ്പൻ സെഞ്ചുറിയാണ് ശരിക്കും നമുക്കൊരു മുതൽക്കൂട്ടായി മാറിയതെങ്കിൽ രണ്ടാം T20 മത്സരത്തിൽ എത്തുമ്പോൾ സഞ്ജുവിൻ്റെ അപ്രതീക്ഷിതമായ ഒരു പുറത്താവൽ നമുക്കൊരു ഞെട്ടലാണ് തന്നിരിക്കുന്നത്, അല്ലേ? അപ്പം ഇനി മൂന്നാം അംഗത്തിന് ഇറങ്ങുമ്പോൾ ആ മുമ്പുള്ള കളികളുടെ പിഴവുകൾ തീർത്ത് ഇന്ത്യൻ ടീം മുന്നോട്ട് വരുമോ? സഞ്ജു സാംസൺ അടക്കം കിട്ടിയ തിരിച്ചടി ചെറുതൊന്നുമല്ല. രണ്ടാമത്തെ കളി സഞ്ജു സാംസൺ കാണിച്ച ആ ഒരു അമിതാവേശം, അതിനങ്ങനെ തന്നെ പറയാം, ഒരു അമിതാവേശം. ആ അമിതാവേശത്തിന്റെ അനന്തര ഫലങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സഞ്ജു ഇന്ന് ക്രീസിൽ ഇറങ്ങുമോ? എന്തായിരിക്കും സഞ്ജുവിൻ്റെ ഒരു മൈൻഡ് സെറ്റ്, എന്തായിരിക്കും സഞ്ജുവിൻ്റെ ഒക്കെ നിലപാടെന്നുള്ളത് ഇന്ന് നമുക്കറിയാം. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം T20 മത്സരം സെഞ്ചൂറിയനിൽ ഇന്ന് രാത്രി 8:30 കൃത്യം 8:30 തുടങ്ങാനിരിക്കുകയാണ്. കഴിഞ്ഞ കളികളെല്ലാം 7:30 ആയിരുന്നു. ഓരോ ദിവസം ഇടവിട്ടായിരുന്നു ആദ്യ 2 T20 നടന്നത്. പക്ഷേ ഇപ്പോൾ ഇത് 2 ദിവസം ഇടവിട്ടാണ് മൂന്നാമത്തെ T20 വരുന്നത്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. സ്പോർട്സ് 18 ചാനലിലും ജിയോ സിനിമയിലൊക്കെ നിങ്ങൾക്ക് തത്സമയം ഈ കളി കാണാവുന്നതാണ്. അപ്പോൾ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം T20 എത്തി നിൽക്കുമ്പോൾ 1-1 സമനിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 കളികളുടെ പരമ്പരയാണ്. ഇതിലിപ്പോൾ ഇന്നത്തെ കളി ഒരു ഡിസൈഡർ ആണെന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ കളിയിൽ ദക്ഷിണാഫ്രിക്ക ജയിച്ചതോടുകൂടി ഇന്ത്യക്കും ചെറിയൊരു സമ്മർദ്ദമുണ്ട്. കാരണം എന്തോ ഒരു ഭയങ്കര സംഭവമാണ് എന്നുള്ള നിലയിൽ നിന്ന് ഇന്ത്യ ഒന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള വിജയമാണെങ്കിൽ കൂടി സൗത്ത് ആഫ്രിക്കയും ഒരു അമിതാവേശം കാണിക്കാനുള്ള ഒരു ലെവലൊന്നുമില്ല. കാരണം കഴിഞ്ഞ കളി തന്നെ ഒരുവിധം തട്ടിമുട്ടിയൊക്കെയാണ് ജയിച്ചത്. നമ്മൾ അത്രയും സ്കോർ അടിച്ചിട്ടും സൗത്ത് ആഫ്രിക്ക തട്ടിമുട്ടിയാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ അവരും എന്തോ ഞങ്ങളും ഭയങ്കര സംഭവമാണെന്നൊന്നും പറയാറായിട്ടില്ല. ഇന്ത്യയിൽ ബാറ്റിംഗ് തകർച്ചയാണ് നമുക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ബാറ്റിംഗ് തകർച്ച പരിഹരിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഒരു ഓപ്പണിംഗ് നമുക്ക് ലഭിച്ചാൽ, കാരണം അഭിഷേക് ശർമ്മയൊക്കെ ശരിക്കും ഫോം ഔട്ട് ആണെന്ന് തന്നെ പറയാം. സഞ്ജു സാംസൺ ഔട്ടായി കഴിഞ്ഞാൽ ടീം ഇന്ത്യയുടെ സ്കോർ ഒരു ചോദ്യചിഹ്നമാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഇന്നിങ്സാണ് സഞ്ജു ഇന്ന് കളിക്കേണ്ടതെന്നാണ് പറയുന്നത്. എല്ലാവർക്കും മലയാളികൾക്കൊക്കെ ഒരു നെഞ്ചിടിപ്പാണ് ഇന്നത്തെ ദിവസം. കാരണം സഞ്ജുവിനൊരു ചീത്തപ്പേരുണ്ട് എപ്പോഴും. 2-3 കളികൾ നന്നായി കളിച്ചിട്ട് പിന്നെ പെട്ടെന്ന് കുറേ കളികൾ ഫോം ഔട്ട് ആവുന്നു എന്നുള്ള ചീത്തപ്പേര്. പക്ഷേ 2 കളികളുടെ തുടർച്ചയായിട്ട് സെഞ്ചുറി അടിച്ചിട്ട് സഞ്ജു ആ ചീത്തപ്പേര് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വീണ്ടും ഒരു ഡക്ക് വന്നിരിക്കുന്നത്. വീണ്ടും ചർച്ചകൾ പഴയ പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇതാ വീണ്ടും അടുത്തൊരു കളി എത്തിയിരിക്കുകയാണ്. വളരെ നിർണായകമാണ് ഈ കളി സഞ്ജു സാംസണും ടീം ഇന്ത്യക്കും എല്ലാം. കാരണം ടെസ്റ്റ് മത്സരത്തിലുള്ള നമ്മുടെ ഒരു ദയനീയ തോൽവി നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ടെസ്റ്റ് മത്സരത്തിലെ ദയനീയ തോൽവിക്ക് ശേഷം T20 ആണ് നമുക്കൊരു ആശ്വാസം നൽകിയത് ക്രിക്കറ്റ് ആരാധകർക്ക്, അല്ലേ? ഈ T20 മത്സരം വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ അതിനെ നോക്കിക്കണ്ടത്. പിന്നെ നമ്മുടെ സ്വന്തം സഞ്ജു സാംസന്റെ സെഞ്ചുറി എല്ലാം. പക്ഷെ ആ പോസിറ്റീവ് നെഗറ്റീവായി മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. രണ്ടാമത്തെ കളി നമ്മൾ ആകെ താഴ്ത്തു. എന്നാലും വരുൺ ചക്രവർത്തിയൊക്കെ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് തന്നത്. നമ്മൾ ആലോചിച്ചു ഒരു 10 റൺസും കൂടി ഇന്ത്യക്ക് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഇന്ത്യ ജയിച്ചാനെ എന്ന് വരെ നമ്മൾ ആലോചിച്ചു, അല്ലേ? പക്ഷേ ഹർദിക് പാണ്ഡ്യയുടെ ആ ഒരു ടെസ്റ്റ് മൂഡിലുള്ള ഇന്നിങ്സ്, ആ അവസരത്തിൽ നമ്മൾ പറഞ്ഞു ഇത് ആവശ്യമാണെന്നൊക്കെ. പക്ഷേ അവസാനം എപ്പോഴേക്കും തോന്നി കുറച്ചും കൂടി അഗ്രസീവ് ആവായിരുന്നു ഹർദിക് പാണ്ഡ്യക്ക്. ഒരു 10-40 ബോളോളം ഹർദിക് പാണ്ഡ്യ കളിച്ചു. എന്നിട്ടും സ്ട്രൈക്ക് റേറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അങ്ങനെ ഏതെങ്കിൽ ഒരു 20 റണ്ണെങ്കിലും എക്സ്ട്രാ നമുക്ക് വന്നാണ്. ആ 20 റണ്ണിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ വരുൺ ചക്രവർത്തി പോലത്തെ ബോളേഴ്സ് വെച്ചിട്ട് നമുക്ക് വരുൺ ചക്രവർത്തിനെ മാക്സിമം ഉപയോഗിച്ചു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പാളിപ്പോയത് എവിടെയാ? ആവേശ് ഖാൻ്റെ ഓവറാണ്. ആവേശ് ഖാൻ്റെ ആ ഒരു ഓവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാളിപ്പോയി. ആ ഒരു ഡിസിഷനാണ് ശരിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ആ ഒരൊറ്റ ഓവർ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയുടെ താളം തെറ്റി. അവിടെ അക്സർ പട്ടേൽ ഉണ്ടായിരുന്നു അവിടെ. അക്സർ പട്ടേൽ ഇനിയും 3 ഓവർ എന്തോ കിടപ്പുണ്ടായിരുന്നു.
പക്ഷെ അക്ഷർ പട്ടേലിനെ കൊണ്ട് റീച്ചില്ല. ആ ഒരു ഡിസിഷൻ സൂര്യകുമാർ യാദവിന് പിഴച്ചു. കാരണം സ്പിന്നർമാർക്ക് ഭയങ്കര അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് പേസർമാർക്ക് കൊടുത്ത് നമ്മളെ തോൽപ്പിച്ചു എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഏതൊരു ക്രിക്കറ്റ് ഫാനും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ട് അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും ഈ ഒരു ഗെയിമിൽ, ഈ ഒരു T20 മാച്ചിൽ ഇന്ത്യ കാണിക്കില്ല എന്ന് തന്നെ വിചാരിക്കാം. സോ 13th നവംബർ സെഞ്ചുറിയനിൽ നിർണായകമായ പോരാട്ടം നടക്കാൻ പോവുകയാണ്. പക്ഷേ 7:30 തന്നെ തുടങ്ങും എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം. പക്ഷെ പത്രങ്ങളടക്കം എഴുതിയിരിക്കുന്നത് 8:30 എന്നാണ്. പക്ഷെ 7:30 തന്നെ തുടങ്ങും എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. ബട്ട് നമുക്ക് നോക്കാം. എന്തായാലും 8:30 ആയിരിക്കും. ചിലപ്പോൾ 7:30 എക്സ്ട്രാ ഇന്നിങ്സ് പോലത്തുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞൊരു താളത്തിലൊക്കെ വരുമ്പോൾ ഒരു 8:30 ആവുമായിരിക്കാം. സോ കഴിഞ്ഞ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കൻ പേസ് പടയ്ക്ക് മുന്നിൽ പതറിയ ടീം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് 6 വിക്കറ്റിന് 124 റൺസ് മാത്രമാണ് അടിച്ചത്. സോ ഈ 124 റൺസ് അടിച്ചിട്ടും ഇന്ത്യൻ ടീം തിരിച്ചു വന്ന ഒരു തിരിച്ചുവരവുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്യാപ്റ്റൻ മാക്രം ലാസ്റ്റ് മൊമെന്റിൽ പോലും, അതായത് ഇവർ ജയിക്കാൻ പോകുന്നുള്ള മൊമെന്റിൽ പോലും ഭയങ്കരമായി സന്തോഷിക്കുകയോ ഒരു മുഖത്തൊരു പുഞ്ചിരി പോലും ഇല്ലായിരുന്നു. കാരണം ഇന്ത്യ അത്രത്തോളം തിരിച്ചു വന്നു. അത്രയും ഒരു സ്കോർ വെച്ചിട്ട് കൂടി കഷ്ടിച്ചാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിന് അത് എത്തിപ്പിടിക്കാൻ സാധിച്ചത്. ഒരു അവസരത്തിൽ ഇന്ത്യ ജയിച്ചു എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയി. കാരണം ഒരു 10 പോയിന്റ് റൺ റേറ്റ് വേണമായിരുന്നു അവസാനത്തെ ഓവറുകളായപ്പോൾ. പക്ഷെ അവസാനം കൊടുത്ത ആ ഒരു 2-3 ഓവേഴ്സ് അതാണ് ഇന്ത്യയുടെ സ്വപ്നങ്ങളെ തകർത്ത് കളഞ്ഞത്. ഞങ്ങൾ ഇന്ന് 8:30 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് അതിൻ്റെ ലൈവ് സംപ്രേഷണത്തിന് ഞങ്ങൾ വരും. ഞങ്ങളുടെ കമൻട്രീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ നല്ല ലാവിഷായിട്ട് നമുക്ക് ഈ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 മത്സരം നമുക്ക് ഒരുമിച്ച് നമുക്ക് കാണാം. ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ഭയങ്കര. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമൻട്രി റിയാക്ഷൻ പരിപാടി തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങിയത് 2ാം T20 സഞ്ജുവിൻ്റെ ബാറ്റിംഗ് തുടങ്ങണം എന്നായിരുന്നു ഞങ്ങളുടെ ഭയങ്കരമായ ആഗ്രഹം. സഞ്ജുവിൻ്റെ ഒരു നല്ലൊരു ഇന്നിങ്സ് കണ്ട് തുടങ്ങണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ കമൻട്രി റിയാക്ഷൻ എന്നുള്ളൊരു പ്രോഗ്രാം തന്നെ തുടങ്ങി വന്നത്. ആദ്യത്തെ കളി കാരണം അത്രയും ഒരു മികച്ച ഇന്നിങ്സ് ആയിരുന്നല്ലോ. പക്ഷേ ഞങ്ങളുടെ പരിപാടി തുടങ്ങി ഞങ്ങൾ നിരാശരാക്കി തന്നെ പറയാം. തുടങ്ങി ഒരു 2 ബോളായി കഴിഞ്ഞപ്പോൾ തന്നെ സഞ്ജു ഔട്ടായി. സഞ്ജു ഫസ്റ്റ് തന്നെ സഞ്ജു ഇങ്ങനെ സ്റ്റംപ് ഔട്ട് ആവുന്നു നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. ആ പരിപാടി നിർത്തിയാൽ കൊള്ളായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി ആ മാനസികാവസ്ഥയിൽ. കാരണം സഞ്ജുവിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഒരു വികാരമാണ് സഞ്ജു സാംസൺ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കുറേ പേര് വിമർശിക്കുന്നുണ്ട്, ട്രോൾ ചെയ്യുന്നുണ്ട്. എന്താണ് സഞ്ജു സാംസൺ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ? നമ്മൾ മലയാളികൾക്ക് സഞ്ജു സാംസൺ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇന്ത്യയിൽ സഞ്ജു സാംസൺ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കരുത്. പക്ഷേ നമ്മൾ ഒരു മലയാളി എന്നുള്ള നിലയിലുള്ളൊരു വികാരവും കൂടി ഇവിടെ ഉണ്ട്. ഒരു പ്രാദേശികമായൊരു വികാരമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റ് ഇന്ത്യൻ താരങ്ങളിലേക്ക് വരുന്നത്. കാരണം നമ്മുടെ ഒരു അടുത്ത വീട്ടിലെ പയ്യനെ പോലത്തെ ഒരാളാണ് സഞ്ജു സാംസൺ. ആ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാൻ വരുന്നു ഓപ്പണറായിട്ട്. ഈ ഒരു മൊമെന്റ് ഏത് തലമുറ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? മലയാളത്തിൽ ഇത്രയും നാളായിട്ട് കേരളത്തിലെ ഏത് തലമുറ ഇങ്ങനൊരു മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഒരു മലയാളി ഇന്ത്യൻ ടീമിന്റെ തലപ്പത്ത് സെഞ്ചുറി അടിച്ചും മറ്റുമൊക്കെ നമ്മൾ അഭിമാനമാക്കുന്ന ഏത് കളിക്കാരനുണ്ട് ഇതിനു മുമ്പ്? ഹിസ്റ്ററി ഓഫ് കേരളയിൽ എടുത്തു നോക്കാം, ഇല്ല. അപ്പോൾ ഈ ഒരു ജനറേഷനിൽ നമുക്ക് സഞ്ജു സാംസൺ തരുന്ന ഒരു രോമാഞ്ചം ചെറുതല്ല. അപ്പോൾ സഞ്ജു സാംസണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈവ് പരിപാടി ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി ഇരുന്നത്. കുറച്ച് വൈകിയാണ് ഞങ്ങൾ ഇരുന്നത്, ടോസൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ഇരുന്ന ഉടനെ തന്നെ സഞ്ജു സാംസൺ ഔട്ടായപ്പോൾ കുറേ പേര് ഞങ്ങൾ വീണ്ടും ട്രോളി. നീയൊക്കെ പരിപാടി അവതരിപ്പിച്ചാൽ പോയി, നീയൊക്കെ പരിപാടി തുടങ്ങിയതിൻ്റെ ഇടം അതൊക്കെ പേര് കുറേ പേര് ഞങ്ങളെ വീണ്ടും ട്രോളി. അപ്പോഴേ തോന്നി സഞ്ജു ഔട്ടാവുമെന്ന്, നിൻ്റെയൊക്കെ ബിൽഡപ്പ് കണ്ടപ്പോൾ തന്നെ തോന്നി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വിമർശിച്ചു. പക്ഷെ ഞങ്ങൾ തളർന്നില്ല. ഇനി ഞങ്ങൾ അവതരിപ്പിക്കും, സഞ്ജു ഞങ്ങളെ കാക്കും എന്ന് തന്നെ വിചാരിക്കുന്നത്. ഇന്നത്തെ പരിപാടി കൂടി സഞ്ജു ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും വലിയ ട്രോള് വരും. പക്ഷെ ഞങ്ങൾ വീണ്ടും തുടരും. കാരണം അങ്ങനെ ഒരു അന്ധവിശ്വാസമൊന്നും പാടില്ല. ഞങ്ങൾ കാരണം അങ്ങനൊന്നുമില്ല. സഞ്ജു സാംസൺ നല്ല രീതിയിൽ കളിക്കട്ടെ, അതിനാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ സഞ്ജു സാംസൺ ഇങ്ങനെ പൊക്കി പിടിക്കുന്നത്, ആ പൊക്കി പിടിക്കാൻ അദ്ദേഹം അർഹനായതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു അമിത സമ്മർദ്ദം സഞ്ജുവിലുണ്ട്, അറിയാം. ഇപ്പം നമ്മളിങ്ങനെ പറയുന്നു സഞ്ജു അത് ചെയ്യും ഇത് ചെയ്യും 100 അടിക്കും 50 അടിക്കും എന്നൊക്കെ പറയുമ്പോൾ
ഓൾറെഡി ഒരു അമിത സമ്മർദ്ദം ചിലപ്പോൾ സഞ്ജുവിൽ ഉണ്ടായേക്കാം. ഒരു കൂളായിട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ കളിക്കുന്ന പോലെ ചിലപ്പോൾ കളിക്കാൻ പറ്റില്ലായിരിക്കാം. എന്നാലും നമ്മുടെ സഞ്ജു അല്ലേ, നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷയെ സഞ്ജു മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കളിയൊക്കെ ഡക്കിനൊക്കെ പോകുന്നത്, ഇപ്പോൾ രോഹിത് ശർമ്മ തന്നെ ഒരു 12 കളിയോളം ഡക്കിൽ പോയിട്ടുണ്ട്. സഞ്ജു അല്ല ആ ഒരു കാര്യത്തിൽ മുമ്പിൽ. പിന്നെ രോഹിത് ശർമ്മ ഒരു 10-200 കളി കളിച്ചിട്ടാണ് ഒരു 12 ഡക്ക് പോയെന്നുള്ളൊരു വിവരമുണ്ട്. സഞ്ജു ആകെ കുറച്ച് കളി കളിച്ചിട്ടുള്ളൂ. എന്നാലും ആ ഡക്ക് എന്നുള്ളൊരു സംഭവം ഇന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഡക്ക് വരാതിരിക്കട്ടെ. എന്നിരുന്നാൽ കൂടിയും സഞ്ജുവിൻ്റെ ഒരു നിലനിൽപ്പാണ് ഇപ്പോഴും ചർച്ച. ആദ്യത്തെ 2 കളികളിൽ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ഫസ്റ്റ് കളി സഞ്ജു സെഞ്ചുറി അടിച്ചു. കാരണം സഞ്ജു മുമ്പ് ബംഗ്ലാദേശിനെതിരെ സഞ്ജുവിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. 3-ാം T20 സഞ്ജുവിൻ്റെ സെഞ്ചുറി കണ്ടാണ്. ഈ ഒരു സൗത്ത് ആഫ്രിക്കയുടെ പരമ്പര തുടങ്ങിയപ്പോൾ ആദ്യത്തെ കളി സഞ്ജു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞപ്പോൾ സഞ്ജുവിൻ്റെ സ്ഥാനം ഉറപ്പിച്ചു എന്നുള്ള നിലയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. ഇനി സഞ്ജുവിനെ മാറ്റിക്കൊണ്ടൊരു പരിപാടിയില്ല ഇന്ത്യൻ ടീമിൽ. ഇന്ത്യൻ T20 ടീമിലെ ഓപ്പണറായിട്ട് സഞ്ജു സാംസൺ എന്ന പേര് എഴുതി കഴിഞ്ഞു, ഇനി മായ്ക്കില്ല എന്ന രീതിയിൽ പോയ ചർച്ച പെട്ടെന്നാണ് ഒരു ഡക്ക് വന്നതോടുകൂടിയിട്ട് കീഴ്മേൽ മറിഞ്ഞത്. ഇപ്പം സഹീർ ഖാൻ പോലും ആ പോയിന്റിലൂടെ എത്താം. നിങ്ങളുടെ അടുത്ത് കുറച്ച് അപ്ഡേറ്റുകൾ പറയാനുണ്ട്. കളി തുടങ്ങേക്കാൻ മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം. അതായത് ഒരു ചർച്ച നടന്നു ക്രിക്കറ്റ് ലോകത്ത്, സഞ്ജു സാംസണിന്റെ സ്ഥാനം സഞ്ജു ഉറപ്പിച്ചോ എന്നുള്ളത്. ആ ചർച്ചയിൽ പങ്കെടുത്തവർ സഹീർ ഖാൻ അടക്കമാണ്. സഹീർ ഖാൻ, ദിനേശ് കാർത്തിക്. അപ്പോൾ ആ ഒരു ചർച്ചയിൽ സഞ്ജു സാംസൺ T20 ടീമിൽ സ്ഥിര സാന്നിധ്യമായോ എന്നൊരു ചോദ്യം ആങ്കർ ചോദിച്ചപ്പോൾ നമ്മുടെ ദിനേശ് കാർത്തിക് എന്ത് പറഞ്ഞു? നിസ്സംശയം ദിനേശ് കാർത്തിക് പറഞ്ഞു, ജയ്സ്വാളും സഞ്ജു സാംസണും ഇനി കുറച്ച് നാളത്തേക്ക് ഓപ്പണിങ്ങിൽ ഉണ്ടാവും, അതിലൊരു സംശയവും വേണ്ട. എത്രയൊക്കെ ഡക്ക് സഞ്ജു ആയെന്ന് പറഞ്ഞാലും സഞ്ജു സാംസണും ജയ്സ്വാളും ഇന്ത്യയുടെ T20 ടീമിൽ ഓപ്പണേഴ്സ് ആയിട്ട് ഉണ്ടാവും കുറച്ച് കാലം എന്നുള്ളത് നിസ്സംശയം ദിനേശ് കാർത്തിക് പറഞ്ഞു. കാരണം അദ്ദേഹം ഒരുപാട് സഞ്ജുവിനെ വിമർശിച്ചിട്ടുള്ള ആളാണ് ദിനേശ് കാർത്തിക്, സഞ്ജുവിൻ്റെ ഈ ഫോം ഔട്ടൊക്കെ കാരണം. പക്ഷേ സഞ്ജുവിൻ്റെ ഒരു പീക്ക് ടൈമാണ് ഇതെന്ന് ദിനേശ് കാർത്തിക് ആ സെഞ്ചുറി കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായി പോയി. സഞ്ജുവിന് 20s സഞ്ജുവിന് അവസരങ്ങൾ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് അദ്ദേഹത്തെ ഇത്രയും വൈകിച്ചതെന്നാണ് ദിനേശ് കാർത്തിക്കിൻ്റെ വാദം. ഇപ്പോൾ 30s കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ടൈമാണിത്. കാരണം ഇനി കരിയർ ഒരു 10 വർഷം കൂടി ചിലപ്പോൾ ഉണ്ടാവും. ആ 10 വർഷം സഞ്ജു അത്രയും നല്ല രീതിയിൽ ഓരോരോ പെർഫോമൻസ് കാഴ്ചവെക്കണം. അപ്പോൾ അതിനുള്ളൊരു തുടക്കമാണിതെന്ന് ദിനേശ് കാർത്തിക് പറഞ്ഞിരുന്നു. അപ്പോൾ അതേ ദിനേശ് കാർത്തിക് വീണ്ടും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുകയാണ്, എന്തായാലും സഞ്ജു സാംസണും ജയ്സ്വാളും ആയിരിക്കും കുറച്ച് കാലത്തേക്ക് ഇന്ത്യയുടെ ഓപ്പണേഴ്സ് എന്ന്. പക്ഷെ സഹീർ ഖാനോട് ചോദിച്ചു ഈ ചോദ്യം. സഹീർ ഖാനോട് ചോദിച്ചപ്പോൾ സഹീർ ഖാൻ ഒരു സമ്മിശ്ര പ്രതികരണമാണ് നടത്തിയത്. അതായത് സഞ്ജു ഓപ്പണർ ആവുമെന്ന് പറയാറായോ എന്നൊരു ചോദ്യമാണ് സഹീർ ഖാൻ തിരിച്ചു ചോദിക്കുന്നത്. കാരണം സഹീർ ഖാൻ ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല. ഇനി എന്താണ് ഉറപ്പ് വരാൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ അടുത്ത് ഡക്കും കൂടി വിലയിരുത്തിയിട്ടായിരിക്കാം സഹീർ ഖാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് സഞ്ജു സാംസന്റെ ഓരോ റണ്ണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഹീർ ഖാൻ പറയുന്ന ഒരുപാട് താരങ്ങളുണ്ട് വേറെ കോമ്പറ്റീഷനായിട്ട്. ഇപ്പം അഭിഷേക് ശർമ്മ ഫോമിലല്ല, അതുകൊണ്ട് അഭിഷേക് ശർമ്മനെ ഈ പിക്കിലോട്ട് നമുക്കിപ്പോൾ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. എന്നിരുന്നാൽ കൂടിയും മറ്റൊരുപാട് താരങ്ങളുണ്ട്. ഇപ്പോൾ പന്തിനെയൊക്കെ കുറച്ചും കൂടി ഇപ്പോൾ സ്ഥാനക്കയറ്റം കൊടുക്കണം എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് T20 മത്സരത്തിലും മറ്റും. അതുപോലെ തന്നെ മറ്റു പ്ലെയേഴ്സും ഉണ്ട്. അപ്പോൾ ഒരുപാട് പ്ലെയേഴ്സ് ഉള്ള സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഉറപ്പിക്കാറായോ എന്നൊരു ചോദ്യമാണ് ശരിക്കും സഹീർ ഖാൻ്റെ മനസ്സിൽ വരുന്നത്. എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സഞ്ജു തന്നെ എന്നുള്ളൊരു തീരുമാനം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സഞ്ജു സാംസന്റെ ആ ഒരു സ്ഥാനത്തിൽ ദിനേശ് കാർത്തിക്കിനുള്ളൊരു ഉറപ്പ് സഹീർ ഖാൻ ഇല്ലായിരുന്നു. അപ്പോൾ സഹീർ ഖാൻ്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ആ വാക്കുകൾ എന്നുള്ളത് ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് വായിക്കാം. T20 ഓപ്പണർ ആയതിനു ശേഷമുള്ള പ്രകടനങ്ങളും കോച്ചും ക്യാപ്റ്റനും നൽകി വരുന്ന പിന്തുണയും പരിഗണിക്കുമ്പോൾ സഞ്ജു സാംസൺ ഓപ്പണറായി സ്ഥാനമുറപ്പിച്ചു എന്ന് കരുതുന്നുണ്ടോ എന്നാണ് സഹീർ ഖാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ക്യാപ്റ്റനും കോച്ചും ഒക്കെ കൃത്യമായി പിന്തുണ നൽകുന്നുണ്ട് എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? സഞ്ജു അപ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാവുമോ എന്നൊരു ചോദ്യം സഹീറിനോട് ചോദിക്കുകയാണ്. അവതാരകൻ ചോദിക്കുമ്പോൾ സഹീർ ഖാൻ്റെ മറുപടി, ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ 3-ൽ തന്നെയാണ് സഞ്ജു കളിക്കേണ്ടത്, അതിലൊരു തർക്കമില്ല. സഹീർ ഖാൻ പറഞ്ഞു ഇന്ത്യക്ക് വേണ്ടി ആദ്യ 3 സ്ഥാനങ്ങളിൽ തന്നെ സഞ്ജു കളിക്കണം. പക്ഷേ DK പറഞ്ഞ പോലെ ഓപ്പണിങ്ങിൽ തന്നെ സഞ്ജു ഉണ്ടാകും എന്നൊന്നും പറയാൻ പറ്റില്ല.
കാരണം ഇപ്പോൾ 1 മുതൽ 7 വരെ കളിക്കാരുടെ ട്രാഫിക് ജാമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള പൊസിഷൻസിൽ ഭയങ്കരമായ ട്രാഫിക് ജാം ഉണ്ടെന്നാണ് സാഹിർ ഖാൻ പറയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മറ്റൊരു ടീമിലും മറ്റൊരു അന്താരാഷ്ട്ര ടീമിലും ഇത്രത്തോളം ട്രാഫിക് ജാം ഇല്ല. അതായത് ഇത്രത്തോളം താരങ്ങൾ ഓപ്പണിങ്ങിലേക്കും വൺ ഡൗണിലേക്കും 1 മുതൽ 7 വരെ ഈ പൊസിഷൻസിലേക്ക് ഭയങ്കരമായിട്ട് ഒരു ട്രാഫിക്കുള്ള ടീമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ പല താരങ്ങളും അടുത്തടുത്ത കൺട്രീസിൽ പോയി അവരുടെ ക്രിക്കറ്റ് കളിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. കാരണം പല ഇന്ത്യൻ വംശജരുടെയും മികച്ച പ്രകടനങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. സോ ദേശീയ ടീമിനായിട്ട് ഈ ഒരു ലെവലിൽ കളിക്കാൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ താരങ്ങൾ വളരെ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മറ്റു താരങ്ങൾക്ക് അവർ കൂടുതൽ ടഫാക്കിയാണ് കാര്യങ്ങൾ ഇതോടുകൂടി കൊടുക്കുന്നത്. കാരണം ഈ ഫോർമാറ്റിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഏത് താരമായാലും അവസരങ്ങൾ കിട്ടുമ്പോൾ കൃത്യമായിട്ട് അത് ഉപയോഗിക്കണം എന്നാണ് സാഹിർ ഖാന്റെ പക്ഷം. അതല്ലെങ്കിൽ അടുത്തൊരാൾ കയറാൻ നിൽപ്പുണ്ട്, ഒരുത്തണ്ടാവണാതെ അടുത്ത ആൾ കയറി എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. സോ മികച്ച പ്രകടനങ്ങളിലൂടെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ മാത്രമേ സഞ്ജു സാംസണിന് ഒരു സ്ഥിരതയാർന്ന ഒരു സ്ഥാനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ലഭിക്കുള്ളൂ എന്നാണ് സാഹിർ ഖാൻ പറയുന്നത്. അല്ലാതെ ഒരു ആരാധകൻ പറയുന്ന ഒരു വിടുവായത്തം പോലെ സഞ്ജു ഉറപ്പിച്ചു, സഞ്ജു ഇനി മൊത്തം കളിയിലും ഉണ്ടാവുമെന്നൊന്നും അല്ല അദ്ദേഹം പറയുന്നത്. അതേ ഒരു പ്രാക്ടിക്കൽ തിങ്കിങ്ങിൽ കറക്റ്റായിട്ട് സഞ്ജു സാംസൺ കളിക്കുവാണെങ്കിൽ കൃത്യതയാർന്ന പ്രകടനം, അതുപോലെ ഡക്കും കാര്യങ്ങളും അല്ല, ഒരു 30-40 ആ റേഞ്ചിലെങ്കിലും ഒരു കളി അടിക്കുന്ന തരത്തിൽ സഞ്ജു മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സഞ്ജു സാംസണ് ഒരു നല്ല ശോഭനീയമായ ഭാവി ഉണ്ടെന്നാണ് സാഹിർ ഖാൻ പറയുന്നത്. നമുക്കും അത് തന്നെ പ്രതീക്ഷിക്കാം. സഞ്ജുവിന്റെ അമിതാവേശമാണെങ്കിലും സമ്മർദ്ദമാണെങ്കിലും ഒക്കെ ലഘൂകരിച്ചുകൊണ്ട് സഞ്ജു ഇന്നത്തെ കളി കളിക്കും എന്ന് തന്നെ നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. സോ ഇത്തരത്തിൽ ഇന്നത്തെ തേർഡ് T20 വളരെ നിർണായകമാണ്. നിങ്ങൾ കണ്ടു കാണും സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടിയ സപ്പോർട്ട്. കഴിഞ്ഞ T20 മത്സരത്തിൽ അവർക്ക് കിട്ടിയ ഗ്രൗണ്ട് സപ്പോർട്ട് അയ്യോ ഒരു രക്ഷയില്ല. കാരണം സൗത്ത് ആഫ്രിക്കയിലെ ഒട്ടുമിക്ക ആളുകളും ഒട്ടുമിക്ക കൾച്ചറുകളും ഒരു സമന്വയിച്ച ഒരു ഒരു ആംബിയൻസ് ആണ് ഗ്രൗണ്ടിലുണ്ടായത്. കാരണം അവരിപ്പോൾ ഇങ്ങനെ സാമ്പാത്ത ആളൊക്കെ പോലെ അവരിങ്ങനെ കൊട്ടുന്നു, പാടുന്നു. കാരണം അവരുടെ ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകുന്നു. ഭയങ്കരമായ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നു. ഇത്തരത്തിൽ ഇന്ത്യൻ ടീമിന് ഭയങ്കരമായിട്ട് അതൊരു ഒരു പ്രതികൂല സാഹചര്യമായിരുന്നു അവിടെ. നമ്മളെല്ലാവരും അത് ആസ്വദിച്ചു. കാരണം അവരെല്ലാവരും സൗത്ത് ആഫ്രിക്കയുടെ ഒരു വിജയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനിയും അവർ തന്നെ ഈ മത്സരങ്ങളിലും ഉണ്ടാവും. അത്രത്തോളം ഗ്രൗണ്ട് സപ്പോർട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞ കളി കിട്ടിയിരുന്നു. എല്ലാവരും കൈയടിച്ചും മറ്റുമൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ ഫുട്ബോളിലൊക്കെ ചില സമയത്ത് കാണുന്നത് പോലെ കൈയടിച്ചും താളം വെച്ചും അതുപോലെ ഓരോ ഡ്രംസ് ഒക്കെ കൊട്ടുന്ന പോലത്തെ കലാപരിപാടികളെല്ലാം അരങ്ങേറിയിരുന്നു. കാരണം അവർ ഉറപ്പിച്ചു. പിന്നെ അവർ പേടിച്ചത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തിയൊക്കെ വന്നിട്ട് പിന്നിൽ സൗത്ത് ആഫ്രിക്ക ഒന്ന് കുഴക്കിയപ്പോഴാണ്. പക്ഷെ വീണ്ടും പേസർമാർ വന്നിട്ട് തൊലച്ചു. അതായത് സൗത്ത് ആഫ്രിക്കയിൽ ശരിക്കും പേസർമാരാണ് നമ്മളെ തകർത്തതെന്ന് പറയാം. പക്ഷെ ഇന്ത്യനെ തകർത്തത് പേസർമാർ തന്നെയാണ്. ബാറ്റിങ്ങിൽ നമ്മളെ പേസർമാർ തകർത്തു സൗത്ത് ആഫ്രിക്കയുടെ. പക്ഷെ ബോളിംഗ് സെഷനിലോട്ട് വന്നപ്പോൾ സ്പിന്നർമാരാണ് നമ്മുടെ കരുത്തെന്നുള്ളത് ഒരു നിമിഷമെങ്കിലും സൂര്യകുമാർ യാദവ് ഓർക്കണമായിരുന്നു. അതുകൊണ്ട് ഫാസ്റ്റ് ബോളേഴ്സിന് ആ ഒരു അവസരം അവസാന ഓവറുകളിൽ കൊടുത്തതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അടിയായി പോയത്. എന്തു വന്നാലും നമ്മൾ മൂന്നാമത്തെ കളി തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ശുഭാപ്തി വിശ്വാസം എന്തുകൊണ്ടും നല്ലതല്ലേ. ഇപ്പൊ സഞ്ജു സാംസൺ 100 അടിക്കണം 50 അടിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ അതിശയോക്തി ഒന്നുമില്ല. നീ പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളിങ്ങനൊരു പ്രോഗ്രാം അങ്ങനെയുള്ള ട്രോളുകളൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ പറയുന്നതാ. നമ്മൾ ഇനിയും എല്ലാ കളികളും പറ്റുമെങ്കിൽ നമ്മൾ ലൈവ് റിയാക്ഷൻ ചെയ്യും. നമ്മുടെ ഒരു ആഗ്രഹമാണത്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ളൊരു പ്രോഗ്രാം തന്നെ സ്പോർട്സിന് വേണ്ടി നമ്മുടെ ചാനലിലൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പ്രീവിയസ് എപ്പിസോഡ്സ് ഒക്കെ വേണമെങ്കിൽ ചാനലിൽ നോക്കിയാൽ തന്നെ കാണാം. ഇപ്പം 5 എപ്പിസോഡോളം ആ പ്രോഗ്രാം കഴിഞ്ഞ് മുന്നേറുകയാണ്. ക്രിക്കറ്റ് മാത്രമല്ല, ഫുട്ബോള്, എല്ലാ ഗെയിംസിനെ കുറിച്ചുള്ള ഒരു വിശകലനം നമ്മുടേതായ ഒരു അറിവിൻ്റെ പരിധി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ കാണാവുന്നതാണ്. സോ ഇത്രത്തോളം സ്പോർട്സിനോടുള്ളൊരു പാഷനാണ് ഇവിടെ ഇങ്ങനെ ഇരുത്തുന്നത് നിങ്ങൾക്ക് മുമ്പിൽ. സോ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ്, ക്രിക്കറ്റ് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംവദിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വന്നത്. നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഈ മത്സരം എത്രത്തോളം നിർണായകമാണ് ഇന്ത്യക്ക് എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ പറയണമെന്നുണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്ക ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല.
നിങ്ങൾ കഴിഞ്ഞ കളി കണ്ടതാണ്. അവരുടെ ഒരു പോരാട്ട വീര്യം, ഫീൽഡിങ്ങിലൊക്കെ എന്തൊക്കെയാണ് കാണിച്ചിരുന്നത്. അവർ ചത്ത് കളിക്കായിരുന്നു. സൗത്ത് ആഫ്രിക്കൻ ടീം ഒരു അഭിമാന പോരാട്ടമായിരുന്നു. ബോളേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ അടിച്ചവരെ ജയിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ക്രിക്കറ്റിലെ കുറച്ച് അപ്ഡേറ്റുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പങ്കുവെക്കുകയാണ്. അതിൽ പ്രധാനമായി ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം ക്രിക്കറ്റ് ആരാധകർക്ക് എന്തുകൊണ്ടും വളരെ കൗതുകമുണർത്തുന്ന ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോൾ T20 മത്സരം നടക്കുകയാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ആയിട്ട്. മറ്റൊരു കാരണം രോഹിത് ശർമ്മ എന്ന ഹിറ്റ്മാൻ, നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 264 റൺസ് അടിച്ച ഒരു ഗംഭീര കളി, ലോക റെക്കോർഡിട്ട ഒരു കളി ഉണ്ടായിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ. ആ കളി നടന്നിട്ട് 10 വർഷം തികയുന്നൊരു ദിവസമാണ്. എല്ലാ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഹിറ്റ്മാൻ്റെ ലങ്കാദഹനത്തിന് 10 വർഷം. ക്ഷമിക്കണം, ഹിറ്റ്മാൻ ലങ്കയെ ദഹിപ്പിച്ചിട്ട് 10 വർഷം. ലോക ക്രിക്കറ്റ് കണ്ടിട്ടില്ല അത്തരം ഒരു സ്കോർ കാർഡ്. സാധാരണ ഒരു ടീമിന് ടാർഗറ്റാണ് 250, 260 എന്നൊക്കെ പറഞ്ഞാൽ. ഇത് 264 റൺസ് ODIയിൽ കുറിച്ചുകൊണ്ട്, ഒരു വ്യക്തിഗത സ്കോറായിട്ട് കുറിച്ചുകൊണ്ട് രോഹിത് ശർമ്മ ചരിത്രം സൃഷ്ടിച്ച് ഹിറ്റ്മാൻ എന്നുള്ള ആ ഒരു പേര് കുറച്ചും കൂടി സ്റ്റാമ്പ് അടിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. ആ ദിവസം 10 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? 10 വർഷമായി. ഇന്നലെ കഴിഞ്ഞ പോലെയാണ് ശരിക്കും ഓർമ്മ വരുന്നത്. ഞാനൊക്കെ അത് ലൈവ് കണ്ടതാ. ഓരോ സിക്സറുകളും ആ സ്കോർ ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് ദൈവം 300 അടിക്കുമോ എന്ന് വരെ വിചാരിച്ചു. പക്ഷെ 10 വർഷമായി. 10 വർഷം എത്ര പെട്ടെന്നാണ് പോകുന്നത് അല്ലേ? അതൊരു നൊസ്റ്റാൾജി ആയി പോയി എന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും സജീവമായിട്ട് രോഹിത് ശർമ്മയുണ്ട്. T20 ക്രിക്കറ്റിൽ നിന്ന് രോഹിത് ശർമ്മ വിരമിച്ചു. എന്നിരുന്നാലും സജീവമായിട്ട് മറ്റു ഫോർമാറ്റുകളിൽ രോഹിത് ശർമ്മ തുടരുന്നുണ്ട്. രോഹിത് ശർമ്മയ്ക്കെതിരെ ഇപ്പോൾ കുറച്ച് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ടെസ്റ്റ് പരമ്പര തോറ്റതിന് ശേഷം. പക്ഷെ ആ വിമർശനങ്ങളെയൊക്കെ രോഹിത് ശർമ്മ മറികടക്കും. സീനിയർ താരങ്ങളെ പൊതുവായിട്ട് വിമർശിക്കുന്നുണ്ട്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ തുടങ്ങിയ സീനിയർ താരങ്ങൾ ടെസ്റ്റ് പരമ്പരയുടെ നാണം കെട്ട് തോൽവിക്ക് ശേഷം ഒട്ടനവധി പേര്, അതിൽ ക്രിട്ടിക്സ് ഉണ്ട്, കൂടുതലും ക്രിക്കറ്റ് ആരാധകരുണ്ട്, വിമർശിക്കുന്നുണ്ട്. കാരണം ഇവരെയൊക്കെ മാറ്റണം എന്ന് വരെ പറയുന്നവരുണ്ട്. പക്ഷേ അവരുടെ ഒരു സീനിയോറിറ്റി അത് വളരെ നിർണായകമാണ്. എപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ യങ്സ്റ്റേഴ്സിനെ നമ്പാൻ പറ്റില്ല. രോഹിത് ശർമ്മയ്ക്കൊക്കെ ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. വിരാട് കോഹ്ലിക്ക് പറയണ്ട ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ തിരിച്ചു വന്നിട്ടുണ്ട് നിർണായകമായ മാച്ചസിൽ. അറിയാലോ, നമ്മുടെ വേൾഡ് കപ്പ് കഴിഞ്ഞ അതിലൊക്കെ രോഹിത് ശർമ്മയുടെ പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. അതുപോലെ വിരാട് കോഹ്ലിയൊക്കെ നിർണായക സമയത്ത് നമുക്ക് ഒരു മുതൽക്കൂട്ടാവും തന്നെ വിചാരിക്കാം. പിന്നെ പാളിച്ചകളുണ്ടാവും. ഇപ്പോൾ ടെസ്റ്റിൽ പാളിപ്പോയി, അത് തിരിച്ചു വരുന്നുണ്ട് വിചാരിക്കും. അടുത്ത ഓസ്ട്രേലിയ ആയിട്ട് വരുന്നുണ്ടല്ലോ, അതിൽ തിരിച്ചു വരും. 2014 ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന പരമ്പരയിലെ 4ാം മത്സരത്തിലാണ് രോഹിത്തിന്റെ ബാറ്റിൽ നിന്നും 264 എന്ന മാന്ത്രിക സംഖ്യ പിറന്നത്. 10 വർഷം മുമ്പ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലായിരുന്നു മത്സരം. ടോസ് നേടിയ അന്നത്തെ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി, നോട്ട് ദ പോയിന്റ്, അന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ആയിരുന്നു, ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അജിൻക്യ രഹാനയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത രോഹിത് ആദ്യ 72 പന്തിൽ 50 റൺസ് മാത്രം നേടി കരുതലോടെയാണ് ബാറ്റ് ചെയ്തത്. അതായത് ഒരു ഭയങ്കര വലിയൊരു ഇന്നിങ്സ് കളിച്ച രോഹിത് ശർമ്മ തുടങ്ങിയത് വളരെ സ്ലോ ആയിട്ടാണ്. 70-ലധികം ബോളുകളിൽ നിന്ന് ആണ് അദ്ദേഹം 50 തികച്ചത്. അതിനുശേഷം പിന്നീട് കണ്ടത് വേറൊരു രൂപമാണ് രോഹിത് ശർമ്മയുടെ. അർദ്ധ സെഞ്ചുറി കുറിച്ച രോഹിത് പിന്നീട് അങ്ങോട്ട് തൻ്റെ ആക്രമണാത്മക ബാറ്റിങ്ങിന് തുടക്കമിട്ടു. ശ്രീലങ്കൻ ബോളർമാരെ കാഴ്ചക്കാരാക്കി ബൗണ്ടറികളും സിക്സറുകളും പറന്നു. 99 പന്ത് എത്തിയപ്പോഴേക്കും അദ്ദേഹം സെഞ്ചുറി വെച്ചു. അടുത്ത 50 വന്നത് 20-21 പന്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരടിയാന്ന് വെച്ചാൽ അമ്മാതിരി അടി. ഹിറ്റ്മാൻ എന്നുള്ള പേര് വെറുതെ കൊടുത്തല്ല അദ്ദേഹത്തിന്. സോ അതിനുശേഷം 3ാം വിക്കറ്റിൽ രോഹിത് കോഹ്ലി സഖ്യം സ്കോർ ബോർഡിൽ എത്തിച്ചത് 202 റൺസാണ്. അന്ന് വിരാട് കോഹ്ലിയും ഭയങ്കര ഫോമിലായിരുന്നു. വിരാട് കോഹ്ലി ഭയങ്കരമായിട്ട് രോഹിത്തിനെ സപ്പോർട്ട് ചെയ്തു. 46-ാം ഓവറിൽ
നുവാൻ കുലശേഖരയുടെ പന്ത് ബൗണ്ടറിക്ക് പായിച്ച് രോഹിത് ഏകദിന കരിയറിൽ തന്റെ 2ാം ഡബിൾ സെഞ്ചുറിയാണ് അന്ന് തികച്ചത്. അതിന് മുമ്പ് അദ്ദേഹം ഡബിൾ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡബിൾ സെഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി സെഞ്ചുറി പോലെയാണ്. നമ്മളത് ആ സമയത്ത് പറയുമായിരുന്നു, രോഹിത് ശർമ്മ ഡബിൾ അടിക്കുമ്പോൾ രോഹിത് ശർമ്മയല്ലേ ഡബിൾ അടിക്കണത്, സെഞ്ചുറി അടിച്ചാൽ അയ്യോ എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ചോദിക്കുക. ഡബിൾ അടിക്കുക എന്നുള്ളത് എന്തോ സെഞ്ചുറി പോലത്തെ രീതിയിലാണ് രോഹിത് ശർമ്മ അടിച്ചിരുന്നത്. ആൻഡ് ഒടുവിൽ ശ്രീലങ്കയുടെ നുവാൻ കുലശേഖരയുടെ പന്തിൽ പുറത്താകുമ്പോൾ 173 പന്തിൽ 264 റൺസ് രോഹിത് ശർമ്മ നേടിയിരുന്നു. ഏകദിനത്തിലെ ഇതുവരെ കണ്ടതിൽ അത് ഏറ്റവും ഉയർന്ന സ്കോർ. 33 ബൗണ്ടറികളും 9 സിക്സറുകളും അടങ്ങുന്ന മനോഹരമായ ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. ഇന്ത്യ 404 എന്നുള്ള ഭീമൻ സ്കോറിലേക്ക് എത്തി. സോ ഇന്ത്യക്ക് 153 റൺസിന്റെ വിജയവും കിട്ടി. അതിൽ നമ്മുടെ രോഹിത് ശർമ്മയായാലും അന്നൊരു സെഞ്ചുറി അടുക്കെ പ്രകടനം കാഴ്ചവെച്ചായിരുന്നു. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണത്. നമ്മുടെ ഈ ദിവസം അതുകൊണ്ട് എത്രത്തോളം മനോഹരമായ ഒരു ദിവസമാണ് ക്രിക്കറ്റ് ആരാധകർക്ക് ഇനി ഇതിൽ കൂടുതൽ പറയണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 3ാം T20 മത്സരം ഇറങ്ങിയിരുന്നത്. സോ നമുക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 8:30 ആകുമ്പോഴേക്കും. സമയം ഇപ്പോൾ 5:42 ഇനിയും സമയമുണ്ട്. പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ദൈവമേ സഞ്ജു അടിക്കോ, ഇന്ത്യ ജയിക്കോ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കാരണം ഒരുപാട് ആരാധകർ ഇപ്പോൾ നമ്മുടെ സ്പോർട്സ് പേജിൽ തന്നെ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. അവരുടെയൊക്കെ മനസ്സിലും അതേ ചോദ്യം തന്നെയായിരിക്കും, എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു ഭാവി എന്നുള്ളതൊക്കെ. ഈ ഒരു കളി തോറ്റാൽ ഇന്ത്യക്ക് വീണ്ടും ഒരു ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വരുമോ, ടെസ്റ്റിൽ നമ്മുടെ ആ ഒരു വിഷമം ഇങ്ങനെ മാറി വരുമായിരുന്നു. അപ്പോൾ ചിലവർ കുറിച്ചിട്ടുണ്ട് സഞ്ജു തിരിച്ചു വരുമെന്ന് എന്ന്. എന്തായാലും ഇന്ന് സഞ്ജു തിരിച്ചു വരുമെന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത്. രോഹിത്തിന്റെ റെക്കോർഡ് ദിവസം ഇന്ത്യയും പുതിയ റെക്കോർഡ് കുറിക്കും എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് എന്തായാലും വളരെ പോസിറ്റീവായിട്ടാണ് ഓൾ ക്രിക്കറ്റ് ആരാധകർ ഇന്നത്തെ മത്സരത്തെ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില സ്പോർട്സ് അപ്ഡേറ്റുകളും നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ആദ്യത്തെ 5 വിക്കറ്റ് നേട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ ക്രിക്കറ്റ് കളിക്കുന്നു പറയുമ്പോൾ തന്നെ ഒരുപാട് പേര് ട്രോൾ ചെയ്തിട്ടുണ്ട്. ടീമിലൊക്കെ വരുമ്പോഴേ, ഇപ്പം മുംബൈ ഇന്ത്യൻസിലൊക്കെ വരുമ്പോൾ സച്ചിൻ്റെ ഒരു പിൻബലത്തിലാണ്, സച്ചിൻ്റെ ഒരു സ്വാധീനത്തിലാണ് നെപ്പോക്കിട്ടായിട്ടുള്ള ഈ അർജുൻ ടെണ്ടുൽക്കർ വന്നിരിക്കുന്നതെന്നൊക്കെ. പക്ഷെ പയ്യൻ അത്യാവശ്യം ഇപ്പം നല്ലോണം കളിക്കുന്നുണ്ട്. കുറേ ട്രോള് കിട്ടിയതുകൊണ്ടാകാം പയ്യൻ അത്യാവശ്യം നല്ല പ്ലേയാണ് കളിക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു ഭാരം ആലോചിച്ച് നോക്കണം. കാരണം അച്ഛൻ ഉണ്ടാക്കി വെച്ച ഒരു ലെഗസി എപ്പോഴും ആളുകൾ കമ്പയർ ചെയ്യും. ഇപ്പം അർജുൻ ടെണ്ടുൽക്കറൊക്കെ അച്ഛൻ്റെ ആ ഒരു ലെഗസി വെച്ചിട്ട് എപ്പോഴും കമ്പയർ ചെയ്യും. ആ നിരന്തരമായ കമ്പാരിസണിലാണ് ഇവരുടെ വളർച്ച തന്നെ. ഇവർ ക്രിക്കറ്റിലൊന്ന് എന്തെങ്കിലും ഒരു ഔട്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശം പ്രകടനം കാഴ്ചവെച്ചാലോ വേറെ പ്ലെയർ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ട്രോളായിരിക്കും ഇവർക്കൊക്കെ കിട്ടുക. കാരണം ഇവരുടെ ഫാമിലിയിൽ തന്നെ അങ്ങനെ ഒരു ലെജൻഡ് ഉള്ളത് കൊണ്ടാണ്. എന്തായാലും രഞ്ജി ട്രോഫിയിൽ അരുണാചലിനെ എറിഞ്ഞൊതുക്കിയിരിക്കുകയാണ് നമ്മുടെ അർജുൻ ടെണ്ടുൽക്കർ. ഗോവയ്ക്ക് വേണ്ടി കളിക്കുന്ന ഇടംകൈൻ പേസർ 9 ഓവറിൽ 25 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് 5 വിക്കറ്റ് വീഴ്ത്തിയത്. സച്ചിൻ വലങ്കയ്യ, മകൻ ഇടങ്കയ്യ, മനസ്സിലായോ? അവൻ ലെഫ്റ്റ് ഹാൻഡറാണ്. അവൻ അതുപോലെ തന്നെ പേസ് ബോളിംഗ് എറിയുന്നതും ലെഫ്റ്റ് ഹാൻഡാണ്. അതുകൊണ്ട് രണ്ടും രണ്ടാണ്. സച്ചിൻ പിന്നെ ഒപ്പൊക്കെ ഇടുന്നതും എഴുതുന്നതൊക്കെ സച്ചിൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ്. പക്ഷെ ബാറ്റിംഗ് ബോളിങ്ങിലൊക്കെ സച്ചിൻ റൈറ്റ് ഹാൻഡറാണ്. പക്ഷെ മകൻ നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് തന്നെ സച്ചിനെ വെച്ച് നിങ്ങൾ അവനെ കമ്പയർ ചെയ്യരുത്. ഇപ്പം നമ്മൾ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ പ്രണവ് മോഹൻലാൽ ഈ ഒരു ഭാരം അവർക്ക് കൊടുക്കരുത്. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രകടനങ്ങൾ എപ്പോഴും നല്ല പ്രകടനമാണെന്ന് തന്നെ പറയണം. എന്തായാലും രഞ്ജി ട്രോഫിയിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ആദ്യ 5 വിക്കറ്റ് നേട്ടമാണ് അർജുൻ ടെണ്ടുൽക്കർ ഇതോടുകൂടി കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രകടനത്തോടു കൂടിയിട്ട് ഒരു മുന്നിലേക്ക് ടീമിനെ കൊണ്ടുവരാനായിട്ട് അർജുന് കഴിഞ്ഞിട്ടുണ്ട്. അർജുൻ ഇനി IPL സജീവമാവട്ടെ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ്റെ ആ ഒരു ലെഗസി എന്തായാലും ഒരു ഭാരമാവാതിരിക്കട്ടെ. ഭാരമായാൽ തന്നെ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് നടത്താൻ വേണ്ടി അർജുന് സാധിക്കട്ടെ എന്നും പറയുകയാണ്. മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചില ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ അറിയാതെ പോകരുത്. നമ്മൾ കുറച്ച് മത്സരങ്ങൾ ഇന്ത്യയുടെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കാറില്ലേ, കുറച്ച് മത്സരങ്ങളായിട്ട് നമ്മൾ ഇന്ത്യയുടെ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ ആലോചിക്കാറില്ല, ഈ ഷമി ഇതെവിടെ പോയി, മുഹമ്മദ് ഷമി എവിടെ പോയി എന്ന് നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്. പരിക്കായിരുന്നു അദ്ദേഹത്തിന്, ഒരു ഗുരുതരമായ പരിക്ക് തന്നെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലൈസ് ചെയ്ത ചിത്രങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരു വേദന തന്നിരുന്നു.
മൊത്തം പരിക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ. പക്ഷേ ഷമി തിരിച്ചു വരികയാണ്. ഷമിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവിന് തയ്യാറായിക്കോളൂ. നമ്മൾ കഴിഞ്ഞ കളി ഇന്ത്യ തോറ്റപ്പോൾ ആവേശ് അതുപോലുള്ള ചില പുതുമുഖങ്ങൾക്ക് ഓവർ കൊടുത്ത് ഇന്ത്യ തോറ്റപ്പോൾ നമ്മളോട് മിസ് ചെയ്തത് ഷമി പോലുള്ളൊരു ബോളറെയാണ്. ഷമിക്കൊക്കെയാണ് ആ ഓവർ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ടെൻഷനേ ഇല്ല. കാരണം ഷമിക്ക് അറിയാം ഏത് റേഞ്ചിൽ എറിയണമെന്ന്. അറിയാലോ അഫ്ഗാനിസ്ഥാനെതിരെയൊക്കെ ഷമി ജയിപ്പിച്ച ആ ഒരു കളി മറന്നു കാണില്ല, മറക്കാനും പറ്റില്ല ഒന്നും. പിന്നെ വേൾഡ് കപ്പിൽ ഷമി എറിയാൻ വന്ന ആദ്യത്തെ ഓവറുകൾ നമുക്ക് തന്നൊരു പ്രതീക്ഷ. ഇന്ത്യയുടെ സ്കോർ എത്ര ലോ ആണെങ്കിലും ഷമിയൊക്കെ എറിയാൻ വരുമ്പോൾ എറിഞ്ഞിടോടാ എന്നുള്ളൊരു ഭാവം തന്നെയാണ് നമുക്ക്. അപ്പോൾ ഷമി തിരിച്ചു വരികയാണ്. പരിക്കുകളിൽ നിന്ന് മോചിതനായി പൂർവാധികം ശക്തിയോടെ 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മുഹമ്മദ് ഷമി തിരിച്ചു വരുന്നു എന്നുള്ളൊരു ശുഭകരമായ വാർത്തയാണ് ക്രിക്കറ്റ് ആരാധകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. അതായത് ബുധനാഴ്ച തുടങ്ങുന്ന രഞ്ജി ട്രോഫിയിൽ മധ്യപ്രദേശിനെതിരെ ബംഗാൾ ടീമിന് വേണ്ടി കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലാണ് ഷമിയെ നമ്മൾ അവസാനമായിട്ട് കണ്ടത്. ലോകകപ്പിൽ കൂടുതൽ വിക്കറ്റ് നേടിയതും ഷമിയായിരുന്നു. ആലോചിച്ചോണം, ആദ്യത്തെ കുറേ മത്സരങ്ങളിൽ ഷമിനെ കളിപ്പിച്ചില്ല ടീം. അതൊക്കെ ഒരുമാതിരി ചെറ്റത്തരമാണ്. ഇന്ത്യൻ ടീമിൽ ചില ചെറ്റത്തരങ്ങളുണ്ട് ഇതുപോലെ. ഒതുക്കി ഇങ്ങനെ നിർത്തി പിന്നെ വരുമ്പോൾ ഒരു തകർപ്പൻ ഫോം നടത്തുമ്പോഴാണ് അവർക്ക് അയ്യോ എന്നുള്ളൊരു ഭാവം വരുന്നത്. അതുപോലെ ഷമിനെ ആദ്യത്തെ കുറേ കളികൾ കളിപ്പിച്ചില്ല. പിന്നെ ഷമിനെ കയറ്റിയ കളി ഷമി ഒരു 6 അടി എന്ന് പറയാം. എല്ലാവരും ഡൊമിനേറ്റ് ചെയ്തിരുന്നു ഷമി 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 എന്നുള്ള ഒറ്റ വികാരമായിരുന്നു. അതുകൊണ്ട് അത്രയും നാള് കളിപ്പിക്കാതിരുന്നതിന് ഈ BCCIക്കെതിരെയും ഇന്ത്യൻ ടീമിനെതിരെയും കോച്ചിനെതിരെയും ക്യാപ്റ്റനെതിരെയൊക്കെ ശക്തമായ പ്രതിഷേധം വേൾഡ് കപ്പ് സമയത്ത് ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഷമി മോസ്റ്റ് ലീഡിങ് വിക്കറ്റ് ടേക്കറായി മാറി. അത്രയും കളി കളിപ്പിച്ചിരുന്നെങ്കിൽ ഒരു റെക്കോർഡ് ഇട്ടാണ്. മഗ്രാത്തിനൊക്കെയാണ് റെക്കോർഡ് ഇപ്പോൾ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എന്നുള്ളത്. അതുപോലും ഷമി വെട്ടിച്ചേനെ. പക്ഷേ എന്നിട്ടും ഷമി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഇടുന്ന, വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഇടുന്ന താരമായിട്ട് ഷമി മാറി. നവംബർ 19 നടന്ന ഫൈനലിനിടെ പരിക്കേറ്റ ഷമി ഏറെക്കാലം ചികിത്സയിലായിരുന്നു. ആ ഫൈനലിലാണ് ഷമിക്ക് പരിക്കേറ്റിരിക്കുന്നത്. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനം നടത്തി ഫിറ്റ്നസ് വീണ്ടെടുത്ത ശേഷമാണ് ഈ 34-കാരൻ മത്സരങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തുന്നത്. നവംബർ 22 തുടങ്ങുന്ന ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ ഷമിയെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഷമിയുടെ ഒരു പരിക്ക് മാറി എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം വന്നാൽ മാത്രമേ ഷമീനെ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നുള്ളൂ. കാരണം റിസ്ക് എടുക്കാൻ വയ്യ. കാരണം ഓൾറെഡി ഒരു ടീം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുക. സോ നേരത്തെ തന്നെ ടീം ഭൂരിഭാഗം ആൾക്കാരെയും വെച്ചിട്ടുള്ള ടീമിനെ തന്നെ നിലനിർത്തിയാണ് ഓസ്ട്രേലിയക്ക് പോകുന്നത്. ആ ഒരു പരാജയം നമുക്ക് ന്യൂസിലൻഡിനെതിരെ നേരിടേണ്ടി വന്ന, സ്വന്തം നാട്ടുകാരും മുമ്പിൽ നേരിടേണ്ടി വന്ന ആ ഒരു കനത്ത പരാജയത്തെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ടീമിനെ വെച്ച് തന്നെ നമ്മൾ സെറ്റാക്കും എന്നൊരു ധൈര്യത്തിലാണ് രോഹിത് ശർമ്മയൊക്കെ. ഷമീനെ എന്തായാലും നമുക്കിനി ആഭ്യന്തര ക്രിക്കറ്റിൽ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കാണണമെങ്കിൽ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ഷമി രഞ്ജി ട്രോഫിയിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ വേറെ നിർവാഹമില്ല ഷമീനെ എടുക്കാതെ. ഇനി നമ്മുടെ ഇന്ത്യയിലെ സിസ്റ്റമാണ്, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സിസ്റ്റമാണ്, BCCI ഒക്കെയാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഷമിയൊക്കെ ഇങ്ങനെ പരിക്കുവന്ന് പോകും, ആശ്വാസമായി, ഇനി മറ്റവനെ എടുക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഉമാർക്കൊക്കെ. കാരണം വേൾഡ് കപ്പിൽ പോലും ടീമിലിട്ടിട്ട് ഉമാർ കളിപ്പിച്ചത് എപ്പോഴാണെന്ന് നമുക്കറിയാം. ഷമി പിന്നെ എല്ലാ കളിയും അത്രയും പെർഫെക്റ്റ് ആയിട്ട് കളിച്ചത് കൊണ്ടാണ് ഷമി പിന്നെ ഒരു സ്ഥിര സാന്നിധ്യമായത്. അപ്പോഴേക്കും പരിക്ക് വന്നു, 1 വർഷത്തെ ഇടവേളെടുത്തു. അപ്പോഴേക്കും വീണ്ടും ചില ടീമിൽ ഇങ്ങനെ സ്ഥിര സാന്നിധ്യം മാറിയിട്ടുണ്ട്. സിറാജൊക്കെ ആയിരിക്കും ചിലപ്പോൾ റീപ്ലേസ്മെന്റ് ഓപ്ഷൻ ഷമി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി സിറാജിനെ നിലനിർത്തിക്കൊണ്ട് ഷമി വരുവാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നുള്ളത് ഇവർ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും രഞ്ജി ട്രോഫിയിലെ ഇനി കളിക്കാൻ പോകുന്ന കളികൾ വളരെ നിർണായകമാണ്. ഷമി തൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുത്തു, നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു എന്ന് ഉറപ്പായാൽ വേറൊരു നിർവാഹവുമില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്, BCCIക്ക്. ഷമിനെ തിരിച്ചെടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആരാധകരടക്കം കടുത്ത രീതിയിൽ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാക്കും. അതൊരു പ്രതിസന്ധിയായി മാറും. സോ ഷമി തിരിച്ചു വരുന്നു എന്നുള്ള ശുഭകരമായ വാർത്ത ഉണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. 8 മണിക്കാണ് ടോസ് ഇടുന്നത്. അപ്പോഴേ ഒരു പൂർണ്ണ പിക്ചർ കിട്ടുള്ളൂ. ഒരു എക്സ്ക്ലൂസീവ് വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എന്തായാലും ഇന്ത്യ ആദ്യത്തെ 2 കളിയിലും ഒരേ പ്ലേയിങ് 11 തന്നെയാണ് കൊടുത്തത്. പക്ഷേ 3-ാം മാച്ചിൽ, ഏതാനും മണിക്കൂറുകൾക്കകം നടക്കാൻ പോകുന്ന 3-ാം മാച്ചിൽ ഇന്ത്യയുടെ ടീമിന് സാരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഓരോരോ മാറ്റങ്ങൾ വീതമാണ്.
അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേരെ മാറ്റുന്നൊന്നുമില്ല, ഓരോരോ മാറ്റങ്ങൾ വീതം. കാരണം കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടല്ലോ ഓൾറെഡി. സഞ്ജു സാംസന്റെ തുടർച്ചയായ 2ാം സെഞ്ചുറിയുടെ മികവിൽ ആദ്യ T20യിൽ 61 റൺസിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. എന്നാൽ 2ാം അംഗത്തിൽ ബാറ്റിംഗ് ലൈനപ്പ് അമ്പയെ പാളിയപ്പോൾ 3 വിക്കറ്റിന്റെ പരാജയം ഇന്ത്യക്ക് സമ്മതിക്കേണ്ടി വന്നു. ബാറ്റിംഗ് നിരയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട സംഭാവനകൾ ലഭിച്ചാൽ മാത്രമേ ഈ ഒരു 3ാം T20യിൽ ഇന്ത്യക്ക് കരകയറാൻ സാധിക്കുകയുള്ളൂ. അതായത് സാധ്യത ടീമായിട്ട് പറയുന്നത് സഞ്ജു സാംസൺ ഓപ്പണിംഗ്, അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സൂര്യകുമാർ യാദവ്, പിന്നെ തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, അക്ഷർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ അല്ലെങ്കിൽ ഒരാൾ, അതാണ് റീപ്ലേസ്മെന്റ്, യാഷ് ദയാൽ. ആ ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം യാഷ് ദയാലിനെ നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല. ഈ ആവേശ് ഖാന്റെ കഴിഞ്ഞ കളിയിലത്തെ ഒരു പെർഫോമൻസ് ചിലപ്പോൾ തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവേശ് ഖാനെ റീപ്ലേസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്ക ഏതാണ്ട് സെയിം ടീമിനെ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. റീസ ഹെൻഡ്രിക്സ്, റിയാൻ റിക്കൽസൺ, എയ്ഡൻ മാർക്കം, ട്രിസ്റ്റൻ സ്റ്റബ്സിൻ്റെ ഒക്കെ കഴിഞ്ഞ കളി ദൈവമേ, ആ സ്റ്റബ്സ് ഒരൊറ്റൊരുത്തനാണ് ശരിക്കും സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയം സമ്മാനിച്ചത്. പിന്നെ ഹെൻറി ക്ലാസൻ, ഡേവിഡ് മില്ലർ, മാർക്കോ യാൻസൺ. ഡേവിഡ് മില്ലറുടെ കഴിഞ്ഞ കളത്തെ ക്യാച്ച് കണ്ടോ? അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. അത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ഡേവിഡ് മില്ലറുടെ പേര് കേൾക്കുമ്പോൾ ആ ഒരു ഫ്ലൈയിങ് ക്യാച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കേശവ് മഹാരാജ്, ജെറാൾഡ് കോട്സി, ആൻഡിലെ സെമലേനെ, പിന്നെ ലൂത്തോ സിംപലെ, ഇങ്ങനെ ഏതാണ്ട് സെയിം ടീം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടീമിൽ യഷ് ദയാൽ വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ അഭിഷേക് ശർമ്മയ്ക്കൊക്കെ വീണ്ടും ഒരു അവസരം ടീം കൊടുക്കുകയാണ്. ഒന്നിൽ പഴിച്ചാൽ 3 എന്ന് പറയുന്ന പോലെ ആദ്യത്തെ 2 കളിയും അഭിഷേക് ശർമ്മയ്ക്ക് ബാഡ് ലക്ക് ആയിരുന്നു. സഞ്ജു പിന്നെ ആദ്യത്തെ കളി സെഞ്ചുറി അടിച്ചു, പക്ഷേ 2ാമത്തെ കളി ഔട്ടായെങ്കിലും 2 കളിയും വലിയൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട്, പോട്ടെ ചെറുതെങ്കിൽ ചെറിയൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അഭിഷേക് ശർമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. അഭിഷേക് ശർമ്മയ്ക്ക് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാഗ്ദാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അഭിഷേക് ശർമ്മയ്ക്ക് കഷ്ടകാലം പിടിച്ചു എന്ന് പറയാം. അതായത് ശ്രീകാന്ത്, നമ്മുടെ ക്രിസ് ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള്, നമ്മുടെ ക്രിട്ടിക്കാണ് അദ്ദേഹം വിലയിരുത്തുന്നത് സഞ്ജു അമിത ആവേശം കാണിച്ചുകൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിത ആവേശം കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു പുറത്തായത്. പക്ഷേ വളരെ കാമാൻ ക്വറ്റ് ആൻഡ് കമ്പോസ്ഡ് ഇന്നിങ്സ് സഞ്ജു ഇന്ന് കാഴ്ചവെക്കുകയാണെങ്കിൽ സഞ്ജു വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരും. അത് യാതൊരു സംശയവും വേണ്ട. സോ ഇന്നത്തെ മത്സരം വളരെ നിർണായകമാണ്. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് നന്നായാൽ ഇന്ത്യ ജയിക്കും എന്നൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. സഞ്ജു മിന്നിയപ്പോൾ ഇന്ത്യ ജയിച്ചു, സഞ്ജു ഒന്ന് വാടിയപ്പോൾ ഇന്ത്യ തോറ്റു. സോ സഞ്ജു ഇന്ത്യ ഇത് രണ്ടും വളരെ കണക്റ്റഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഞ്ജു മിന്നിയാൽ ഇന്ത്യ ജയിക്കും, സഞ്ജു ആടിയാൽ ഇന്ത്യ തോൽക്കും. ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇന്നേവേ ആലോചിച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഇത് ഭയങ്കര അഭിമാനമാണ്. കാരണം ഒരു സഞ്ജു സാംസൺ എന്നുള്ളൊരു ക്രിക്കറ്ററുടെ ഒരു പ്രഭാവത്തിൽ ഇന്ത്യയുടെ ജയവും തോൽവിയും നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ ഒരു ടീം വർക്ക് തന്നെ ഉണ്ടാവും തന്നെ നമുക്ക് വിചാരിക്കാം. ഇന്നത്തെ കളിയിൽ നല്ലൊരു ടീം വർക്കിലൂടെ ഇന്ത്യ ജയിക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. സഞ്ജു സാംസൺ നല്ല രീതിയിൽ ഫോം ആവും എന്നും നമുക്ക് പ്രത്യാശിക്കാം. ഇത്രയും നേരം നമ്മുടെ ലൈവ് ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ നമ്മളുടെ ഒരു താങ്ക്സ് നമ്മൾ അറിയിക്കുകയാണ്. കുറച്ച് കമൻറ്റുകളും വന്നിട്ടുണ്ട്. സ്റ്റിൽ എല്ലാവരും നമ്മുടെ ലൈവ് പോകാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക്ഫുൾ. അതെ സോ താങ്ക്ഫുൾ. എല്ലാവർക്കും ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട്. ചില ഫുട്ബോൾ ഫാൻസ് അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നത് സഞ്ജു ടീമിൽ കാണുമോ എന്നാണ്. എന്താണ് സുഹൃത്തെ, സഞ്ജു ഉണ്ടാവും, സഞ്ജു പിന്നെ എവിടെ പോകാനാ? വിഷമിക്കരുത്. ഈ ട്രോളിയാണ് ചോദിച്ചേക്കണെന്ന് എനിക്ക് സംശയമുണ്ട്. സഞ്ജു ടീമിൽ കാണുമോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചേക്കണെന്ന് സംശയമുണ്ട്. അല്ലെങ്കിൽ ഒരു ആശങ്കപ്പെടുത്തി സഞ്ജു ടീമിൽ കാണുമോ എന്നൊക്കെയാണെങ്കിൽ സഞ്ജു ടീമിൽ കാണും. അങ്ങനെ സഞ്ജു പിന്തിരിഞ്ഞു പോകുന്ന ഒരാളല്ല. കുറേ നാൾ ബെഞ്ചിലിരുന്നില്ലേ സുഹൃത്തെ? ഒരു 10 വർഷത്തോളം സഞ്ജു ബെഞ്ചിലിരുന്നു. സഞ്ജുവിൻ്റെ അച്ഛൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. അച്ഛൻ എന്തോ അച്ഛൻ ഭയങ്കരമായിട്ട് ഓവറായി, അച്ഛനെതിരെ ഒരുപാട് ട്രോളുകൾ വന്നു, അച്ഛൻ ഈ സഞ്ജുവിൻ്റെ ഭാവി നശിപ്പിക്കും, ഈ ഇദ്ദേഹത്തോടൊന്നും മിണ്ടാതിരിക്കാൻ പറ, അദ്ദേഹത്തിൻ്റെ ഡയലോഗ് കാരണമാണ് സഞ്ജുവിന് ടെൻഷനായി, സഞ്ജു ഇങ്ങനെ വെറുതെ അമ്പായത്, സഞ്ജുവിൻ്റെ ഡക്കിന് കാരണം പോലും ആ അച്ഛൻ്റെ പ്രതികരണമാണെന്നൊക്കെ പറഞ്ഞ് കുറേ ട്രോളുകൾ
വിശ്വനാഥ് സാംസൺ എന്ന സഞ്ജുവിൻ്റെ അച്ഛനും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞത് തൻ്റെ മോൻ എന്തോ വലിയ സംഭവമാണ് എന്നൊന്നുമല്ല. അദ്ദേഹം എന്താ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ മകനെ ബെഞ്ചിലിരുത്തുകയായിരുന്നു എന്നുള്ളതാണ്. അവൻ പല കാര്യങ്ങളും പ്രൂവ് ചെയ്ത ഒരു ക്രിക്കറ്റർ ആയിരുന്നു മുമ്പേ തന്നെ. പക്ഷെ അവന് കൃത്യമായ അവസരങ്ങൾ വരുന്നത് സൂര്യകുമാർ യാദവും ഗംഭീറും തലപ്പത്തേക്ക് വരുമ്പോഴാണ്. അവരാണ് സഞ്ജു സാംസണ് വേണ്ട ഒരു പൊസിഷനും സഞ്ജു സാംസൺ ഏത് നിലയിൽ കളിച്ചാൽ നന്നാവുന്നൊക്കെ അറിഞ്ഞിട്ട് അവരാണ് സഞ്ജുവിന് അവസരം കൊടുത്തത്. അതുകൊണ്ട് അവർക്ക് നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സഞ്ജു ഒരു സിംഹക്കുട്ടിയാണെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതൊക്കെയാണോ ഇനി ഈ വിമർശകരുടെ പ്രശ്നം നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മകനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഏതൊരു അച്ഛനും സ്വന്തം മകനെ സിംഹക്കുട്ടി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസമാണത്. അതിനെന്തിനാ ട്രോളുന്നേ? സിംഹക്കുട്ടിയല്ലേ സഞ്ജു? ഒരു ഡക്കായി കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ എലിയാക്കുകയാണ് സഞ്ജുവിനെ. സഞ്ജു സിംഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷനാണ് അദ്ദേഹം പങ്കുവെച്ചത്. ആ ഇമോഷനെ മലയാളികളാണ് മുമ്പിൽ നിൽക്കുന്നത് ട്രോളാൻ. സഞ്ജുവിൻ്റെ ആ ഒരു പ്രകടനത്തെ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയലോഗ് ബാധിച്ചു, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന് ഇപ്പോഴാണ് നമ്മളൊരു പ്രതികരണം നടത്തി കാണുന്നത് തന്നെ. സോ ഗൗതം ഗംഭീറിനെയും സൂര്യകുമാർ യാദവിനെയും നന്ദി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ മറ്റു പല താരങ്ങളെയും അദ്ദേഹം ഉദ്ദേശിച്ചു. സഞ്ജുവിനെ തഴഞ്ഞത് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ധോണി, ദ്രാവിഡ് അടക്കമുള്ള ഒരു കോക്കസ് ആണെന്നുള്ളൊരു ചർച്ചയും പിന്നെ രൂപപ്പെട്ടു. അതിന് കാരണം ഈ അച്ഛൻ്റെ വാക്കുകളാണെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ വളച്ചൊടിച്ച് അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു ഈ വെട്ടുകിളി ഫാൻസ്. രോഹിത് ശർമ്മ ഫാൻസ്, ധോണി ഫാൻസ്, ദ്രാവിഡ് ഫാൻസ്, വിരാട് കോഹ്ലി ഫാൻസ് എല്ലാവരും വന്നിട്ട് അദ്ദേഹത്തെ ആക്രമിച്ചു. ഈ ശ്രീകണ്ഠൻ നായരൊക്കെ ആദ്യം സപ്പോർട്ട് ചെയ്തു. 24-ലെ ശ്രീകണ്ഠൻ നായർ, SKN അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ആ വാർത്ത പിൻവലിച്ചു. ആരാധകരുടെ ഈ കടുത്ത വിമർശനവും കാരണം. നമ്മൾ പക്ഷെ പിൻവലിച്ചിട്ടില്ല. നമ്മൾ അച്ഛൻ്റെ ഒപ്പം തന്നെയാണ്. ഇദ്ദേഹം എന്തോ പറ്റായിട്ട് സംസാരിക്കുകയാണെന്ന് വരെ കമന്റ് ഇട്ടവന്മാരുണ്ട്. സ്വന്തം അച്ഛന് ഒരു മകനെ കുറിച്ച് ഇത്ര അഭിമാനമുള്ളതിൽ ഒരു അതിശയോക്തി ഇല്ല. അദ്ദേഹം ഇനി സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചില ക്ലിപ്പുകളുണ്ട് മാത്രം നിങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തരുത്. ആ ഇന്റർവ്യൂവിൽ തന്നെ സഞ്ജുവിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൻ ഇപ്പോൾ സെഞ്ചുറി അടിച്ചെങ്കിലും 1-2 കളികൾ പാളിപ്പോയാൽ ഇവർ വീണ്ടും വന്ന് ആക്രമിക്കും എന്നുള്ളത്. അത് തന്നെയല്ലേ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ കളി. സഞ്ജു ഒന്ന് പാളിപ്പോയപ്പോൾ മലയാളികൾ മുമ്പിൽ നിന്നിട്ടാണ് ചിലവന്മാർ കണ്ടില്ലേ ഡക്കായി വീണ്ടും ഇതായെന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചത്. ഇതാണ് സ്വഭാവം. പക്ഷെ ഭൂരിഭാഗം മലയാളികൾ സഞ്ജു സാംസനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഭൂരിഭാഗം മലയാളികൾ ആഗ്രഹിക്കുന്ന സഞ്ജുവിൻ്റെ ഒരു നല്ലൊരു പ്രകടനമാണ്, തിരിച്ചുവരവാണ്. ആ തിരിച്ചുവരവ് ഇന്നുണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. അമിതാവേശം നമുക്കുമില്ല, സഞ്ജു സാംസൺ ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും സഞ്ജുവിൻ്റെ ഇന്നത്തെ ക്രിക്കറ്റ് മാച്ച് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും, ലൈവായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട്. ഇന്ത്യയുടെ ഇന്നത്തെ ക്രിക്കറ്റ് മാച്ച് നമ്മൾ ലൈവായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. കൃത്യം 8:30 സൗത്ത് ആഫ്രിക്കയിലെ സെഞ്ചൂറിയനിലാണ് മാച്ച് നടക്കുന്നത്. സോ ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഞാൻ കുറേ സമയമായി നിങ്ങളോട് ക്രിക്കറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്തായാലും നമുക്കൊരു 8 മണി 7:45 ആകുമ്പോഴേക്കും വീണ്ടും കാണാം. എന്തായാലും യൂടോക്ക് സ്പോർട്സ് എന്നുള്ള ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സ്പോർട്സ് ആയിട്ടുള്ള വിശേഷങ്ങൾ, പിന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പോർട്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി എല്ലാം ഇതിലുണ്ട്. നിങ്ങൾ കൂടുതൽ പേർക്ക് സ്പോർട്സ് കൂടുതൽ അപ്ഡേറ്റ്സുകൾ അറിയണമെങ്കിൽ യൂട്യൂബ് സ്പോർട്സിലേക്ക് വരിക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ അപ്ഡേറ്റ്സുകൾ അറിയുക. ഞാൻ മാത്രമല്ല, ഒരുപാട് റിപ്പോർട്ടേഴ്സ് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നല്ലൊരു ടീം തന്നെ നമുക്കുണ്ട്. നമ്മൾ ഇനിയും നല്ല രീതിയിൽ സ്പോർട്സിൻ്റെ അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. ഇന്നത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 3ാം T20 മത്സരം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുവരേക്കും ബൈ. കാണാം നമുക്ക്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യും. ടാറ്റ.